സിനോജ് തോമസ്, പരിശോധന എന്തായാലും 5 വീട്ടിലുണ്ടാകും. റാൻഡമായുള്ള പരിശോധന. വ്യാപാരികൾക്ക് എന്താണ് പറയാനുള്ളത്? സുജയ പാർവതി, ഏതായാലും വ്യാപാരികളോട് നമുക്ക് ചോദിക്കാം. മന്ത്രി പറയുന്ന പരിശോധന എന്തായാലും നടത്തും, വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്നതാണ്, ആരെ ഉപദ്രവിക്കാൻ വേണ്ടി നടത്തുന്നല്ല എന്ന് പറയുന്നു. എന്താണ് നിങ്ങളുടെ നിലപാട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ അളവിലും തൂക്കത്തിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അത് ഇവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചാൽ തന്നെ അറിയാം. പക്ഷേ വീടുകളിലും തെരുവുകളിലും പോയി ഈ തൂക്കി നോക്കുന്ന സ്വഭാവം ഞങ്ങൾ അംഗീകരിക്കില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നേരെ ഗോഡൗണിൽ നിന്ന് ഒരു ലോറി പുറത്തിറങ്ങി ആ ലോറി കടയിലെത്തുന്ന ആ ലോറി ഒന്ന് പരിശോധിക്കട്ടെ, കടയിലേക്ക് വരുന്ന ലോറി പരിശോധിക്കട്ടെ, എന്താണ് അതിൽ തൂക്കക്കുറവുണ്ടോന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി തൂക്കം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ മൊബൈലിൽ ഗോഡൗണിൽ നിന്ന് ഇവിടെ ലോറിയിൽ ഇറക്കി കൊടുക്കുന്ന വാതിൽപ്പടി സേവനത്തിൽ ഇറക്കി തരുന്ന അരി തൂക്കിയാണ് തരുന്നത്. അത് തൂക്കിയാൽ തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായ തൂക്കത്തിലല്ല തരുന്നത്. അത് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞ കൃത്യമായി തൂക്കി തരണമെന്ന്. പക്ഷേ ആ തൂക്കി തരാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ കാർഡ് ഉടമകൾക്ക് ആദ്യമായി മെസ്സേജ് പോകുന്നുണ്ട്, ഇത്ര സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് സാധനം വാങ്ങിയതിന് ശേഷവും മെസ്സേജ് പോകുന്നുണ്ട്, ഇത്ര സാധനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ബില്ല് എന്താണോ അടിക്കുന്നത് ആ ക്രമീകരിച്ച ബില്ല് പ്രകാരമുള്ള സാധനങ്ങൾ കൊടുക്കുകയും അത് അതേപടി തന്നെ അവരുടെ മൊബൈലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ ഈ കടയിൽ നിന്ന് പോകുന്ന സാധനം തൂക്കുന്നത് ഞങ്ങൾക്ക് വിരോധമല്ല. പക്ഷേ നടു റോഡുകളിലും വീടുകളിലും പോയി ഈ പരിശോധന നടത്തുന്നത് അത് ഞങ്ങളെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒരു വീടുകളിൽ പോയി ഒരു കുടുംബത്തിൽ 1-2 കുടുംബങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് അവർ ആര് വീതിച്ചു കൊടുക്കുന്നത്. ഇത് റേഷൻ വ്യാപാരികളുടെ ഒരു പ്രതികരണമാണ്, ആശങ്കയാണ്. ഇതാ നോക്കിയ കടയിൽ നമുക്ക് ത്രാസുണ്ട്, ഈ ചേച്ചിമാരൊക്കെ അരി വാങ്ങാൻ വന്നതാണ്, ചേട്ടാ അരി തൂക്കിയൊന്ന് കൊടുത്തു. ഡിജിറ്റൽ ത്രാസാണ്. ഈ ത്രാസിൽ കൃത്യമായിട്ട് ഇവർക്ക് നോക്കാം, നേരിട്ട് നോക്കിയ ആളുകൾക്ക്, റേഷൻ വാങ്ങുന്ന ആളുകൾക്ക് തൂക്കം നോക്കാം, അവർക്ക് അലോട്ട് ചെയ്ത അരി കൃത്യമായിട്ട് തൂക്കിയെടുക്കുന്നുണ്ടോ. എന്നാൽ ത്രാസിൽ നോക്കിയാൽ ഡിജിറ്റൽ ത്രാസ് ആയതുകൊണ്ട് കറക്റ്റ് നോക്കാം, ഏതെങ്കിലും കള്ളത്തരം തൂക്കമുണ്ടോ എന്നൊക്കെ തന്നെ അറിയാൻ പറ്റും. ചേച്ചി സ്ഥിരമായിട്ട് അരി വാങ്ങുന്ന ആളല്ലേ, എന്തെങ്കിലും തട്ടിപ്പ് കാണിക്കാറുണ്ടോ അവർ? ഇല്ല, കൃത്യമായിട്ടുള്ളൊരു ഇതാണ്, തൂക്കമാണ്, കൃത്യമായിട്ടുള്ളൊരു തൂക്കമാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൊബൈലിൽ അതേ ഇത് വരുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് തന്നെ എല്ലാം കിട്ടും. സർക്കാരിന്റെ പുതിയ തീരുമാനം വീടുകളിലെത്തി പരിശോധിക്കാൻ, മാസത്തിൽ ഒരു 5 വീട് റാൻഡമായിട്ട് എടുത്ത് പരിശോധിക്കും, അരി കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയണം. അത് ശരിയായ നടപടിയാണ്? എന്താ അഭിപ്രായം? ശരിയായ നടപടിയില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരു കൂട്ടുകുടുംബത്തിലാണ്. അപ്പം ഞങ്ങളത് കിട്ടുന്ന വിധം ഞങ്ങൾ ഈക്വലായിട്ട് ഭാഗിച്ചെടുക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ ഞങ്ങൾ സംതൃപ്തിയുണ്ട്. വീടുകളിൽ വന്ന് ചോദിക്കാന്ന് പറയുമ്പോൾ അത് നമ്മുടെ റേഷൻ ഉടമേനെ ഒരു അവഹേളിക്കുന്നമായി തന്നെ. തീർച്ചയായും ഇക്കാര്യങ്ങൾ മന്ത്രി തീർച്ചയായും. അപ്പോൾ അതൊരു നല്ല പ്രതികരണമാണ്. കാരണം ഒരു വീട്ടിലേക്കല്ല ഈ സാധനങ്ങൾ പോകുന്നത്, പല വീടുകളിലേക്കായി വിഭജിച്ച് നൽകുന്ന, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ തൊട്ടടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. സിനോജ് തോമസ് ആണ് ഈ വാർത്ത സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മന്ത്രിയുടെ പ്രതികരണവും നമ്മൾ കണ്ടു. 5 വീടുകളിൽ പരിശോധന നടത്താനുള്ള റാൻഡം ചെക്ക് ആണെങ്കിൽ പോലും അതിനോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു.